തർക്കങ്ങൾ തുടരുന്നതിനിടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ കോൺഗ്രസ്. അവശേഷിക്കുന്ന സീറ്റുകളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിട്ടോടെ ഉണ്ടാകും. എന്നാൽ എംപിമാർ മത്സരിക്കുന്നതിനെ ചൊല്ലി അനിശ്ചിതത്വം തുടരുകയാണ്. കണ്ണൂരിൽ കെ സുധാകരനും കോന്നിയിൽ അടൂർ പ്രകാശും മത്സരിക്കാൻ നീക്കം. 95 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുക. മുസ്ലിം ലീഗ് 27 സീറ്റിലും മത്സരിക്കും. കോൺഗ്രസിന് കിട്ടിയ 95 സീറ്റുകളിൽ ഉള്ള സ്ഥാനാർത്ഥികളെ നമ്മൾ തീരുമാനിക്കും. സ്വതന്ത്രരെ പിന്താങ്ങേണ്ട മണ്ഡലം ഏതെല്ലാമാണെന്ന് കോൺഗ്രസ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ അനുവാദത്തോടുകൂടി ഇന്ന് തീരുമാനിക്കും. RSP സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാതെ സ്വതന്ത്രനായി മത്സരിക്കുന്ന സി കുഞ്ഞകൃഷ്ണന് പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ട് RSPയും UDFും തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിലെ സി അനൂപ് ജേക്കബിന് പിറവവും CMBക്ക് തിരുവനന്തപുരവും KDP സി മാണി സി കാപ്പൻ മത്സരിച്ച് ജയിച്ച പാല അവർക്കും വിട്ടുകൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. RMPക്ക് വടകരയും തൃണമൂൽ കോൺഗ്രസിന് സി PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കും. MPമാർ മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന നേതൃത്വം അല്ല, അത് കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. കേന്ദ്ര നേതൃത്വം അത് തീരുമാനിച്ച് ഞങ്ങളെ അറിയിക്കും. അപ്പോൾ നിങ്ങളോട് പറയാം. കോൺഗ്രസിന്റെ ബാക്കിയുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. നിങ്ങൾ പറയുന്ന പോലെ ഒരു പ്രശ്നവും ഇതിനകത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലില്ല. പക്ഷെ ഞങ്ങൾക്ക് ചില പ്രൊസീജിയറുണ്ട്. ഞങ്ങളൊരു കേരള പാർട്ടിയല്ല, ദേശീയ പാർട്ടിയാണ്. കേരള CPMനെ പോലൊരു കേരള പാർട്ടി ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ തീരുമാനിക്കാമായിരുന്നു. ഞങ്ങൾ ദേശീയ തലത്തിലൊരു പാർട്ടി ആയതുകൊണ്ട് അതിന്റേതായ നടപടിക്രമങ്ങളുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റിയുണ്ട്, CEC ഉണ്ട്. അത് ആ നടപടിക്രമങ്ങൾ ഞങ്ങൾക്ക് പാലിച്ചേ മതിയാവുക. അപ്പൊ അതുകൊണ്ടാണ് 1-2 ദിവസം പിന്നെ ഇത്രയും പെട്ടെന്ന് ഈ സമയം വളരെ കുറവാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാന്, പ്രശ്നങ്ങൾ, കലഹങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കെ സുധാകരന് വേണ്ടിയിട്ട് പന്തം കൊളുത്തി പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നതാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണോ കെ സുധാകരൻ? ഇന്ന് നമ്മൾ എന്തൊക്കെ ട്വിസ്റ്റുകൾ പ്രതീക്ഷിക്കണം? 38 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ അല്പസമയത്തിനകം 4 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപിക്കാമെന്ന വിവരമാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നത്. തർക്കമുണ്ടായിരുന്ന എല്ലാ സീറ്റുകളിലും ഒറ്റപ്പേരിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. MPമാർക്ക് മത്സരിക്കാൻ ഇളവ് നൽകുകയെന്നൊരു നീക്കമാണ് ഏറ്റവും ഒടുവിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 2 MPമാർക്കായിരിക്കും ഇളവ് ലഭിക്കുക. കോന്നിയിൽ അടൂർ പ്രകാശും